ഞാനും മിഷുക്കുട്ടി ഇന്ന് പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? മിഷുക്കുട്ടിയെ ചേച്ചി ഓഫീസിൽ ഇരുത്തിയിട്ടാണ് പോകുന്നത്. മിഷുക്കുട്ടിയെ കൊണ്ട് പോയാൽ ശരിയാകത്തില്ല. എന്നാൽ നല്ല വെയിലും പിന്നെ തിക്കും തിരക്കും ഒക്കെ ഉള്ള സ്ഥലമായത് കാരണം മിഷുക്കുട്ടി അടങ്ങിയിരിക്കാറേ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ മിഷുക്കുട്ടി ചേച്ചിയുടെ അടുത്ത് കോഴഞ്ചേരി ഏൽപ്പിച്ചിട്ട് പോകാനാണ്. അപ്പോൾ നമ്മൾ ഇതിലായിട്ട് പറഞ്ഞില്ലല്ലോ എവിടെ പോകാമെന്ന്. ഞാനും അപ്പും കൂടെ വള്ളസദ്യക്ക് പോകാം കേട്ടോ. എല്ലാ വർഷവും വള്ളസദ്യ ടൈം ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഞാനിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. 2 പ്രാവശ്യം പോയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 2 വർഷം എനിക്ക് പോകാൻ പറ്റിയില്ല. ഒരു പ്രാവശ്യം ദുബായിലായിരുന്നു. പിന്നെ ഒരു ഡെലിവറി ടൈമൊക്കെ ആയിരുന്നു കേട്ടോ. ഡെലിവറി കഴിഞ്ഞിട്ട് ഒക്കെ ഇരിക്കുമായിരുന്നു, റെസ്റ്റിലായിരുന്നു. അങ്ങനെ 2 വർഷത്തിന് ശേഷമാണ് നമ്മളിപ്പം പോകുന്നത്. അപ്പം നമുക്ക് മിഷൂട്ടിയെ ചേച്ചിയെടുത്ത് ഏൽപ്പിച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ എത്തി കേട്ടോ. നമുക്കാണെങ്കിൽ 2 പാസ് കിട്ടിയിട്ടുണ്ട്. ശേരിമല പള്ളിയോടത്തിന് 2 പാസ്സാണ് നമുക്ക് കിട്ടിയത്. അപ്പം നമ്മളവിടെ ചെന്ന് വണ്ടി പാർക്ക് ചെയ്തപ്പോഴത്തേനും ഭയങ്കര മഴയായിപ്പോയി. ഒരു 5-10 മിനിറ്റ് നമ്മൾ കാറിൽ തന്നെ ഇരുന്നു. പെട്ടെന്ന് കാലാവസ്ഥ മാറിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നല്ല വെയിലായിരുന്നു. ആ മഴ കണ്ടപ്പോൾ ഞങ്ങൾ ദൈവമേ നല്ല മഴയായിരിക്കുമെന്നേ. അപ്പം മഴയൊക്കെ കഴിഞ്ഞ് ഞാനും ഒപ്പം കൂടെ അപ്പം പള്ളിയോടത്തിലെ ശ്രീജിത്തേട്ടനാണ് നമുക്ക് പാസ് തന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അസ്ത്രക്കടയിലോട്ട് വാ, അപ്പം അവിടെ തരാമെന്നേ. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എടശ്ശേരിമല പള്ളിയോടത്തിൻ്റെ പാസ് നമുക്ക്. അപ്പം അവിടെ വള്ളം ഇടുന്ന സ്ഥലമാണ് കേട്ടോ അതെ. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേനും ചേട്ടൻ പാസ് കൊണ്ടുവന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഇതിന് നേരത്തെ 2 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇവിടുന്ന് പള്ളിയോടം അമ്പലത്തിലേക്ക് വഴിപാടിന് പോകുന്ന കാഴ്ചയൊക്കെ കാണാൻ പറ്റിയത്. അവിടെ ചെന്നപ്പോഴത്തേനും ഒരു 10:45 ആയിരുന്നു കേട്ടോ. അപ്പം ഇതാണ് ഫിനിഷിംഗ് പോയിന്റ് അസ്ത്രക്കടവ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു എന്നും അമ്പലത്തിൻ്റെ അവിടെ വരാറില്ല, അത് ഇങ്ങോട്ടൊക്കെ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നുകൊണ്ട് ഈ നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. നമ്മുടെ പള്ളിയോടം വഴിപാടിന് അമ്പലത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുക്കുവാണ് കേട്ടോ. അതിനെന്തൊക്കെ ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ വഴിപാടുകാരും വള്ളം തുഴയുന്ന പങ്കായക്കാരും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ബോട്ട് എനിക്കൊന്ന് സേഫ്റ്റിക്ക് വേണ്ടി എന്തെങ്കിലും അപകടം വരുവാണെങ്കിൽ അതിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ പോകുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ബോട്ടുകളൊക്കെ. അപ്പം പങ്കായക്കാരെല്ലാവരും ഇങ്ങനെ ഒരു പങ്കായൊക്കെ എടുത്തെല്ലാം അലങ്കരിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമാണ്. ഞാൻ പറഞ്ഞില്ലേ കാറിൽ ഇരുന്നപ്പോൾ എന്തൊരു മഴയായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ പൊരി വെയിലും നല്ല വെയിലുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അവിടെ ഒരു പന്തലൊക്കെ ഉണ്ടായിരുന്നു. വെയിൽ കാരണം ഞാൻ കുറച്ച് നേരം പന്തലിലൊക്കെ കയറി നിന്നേ. പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സ്കൂൾ കുട്ടികളെയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് ഇതൊക്കെ കാണിക്കാനാണ് സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നത്. അവിടെ അടുത്തുള്ള സ്കൂളിൽ നിന്നായിരിക്കും കുഞ്ഞു കുട്ടികളെയൊക്കെ ഇതൊക്കെ കാണിക്കാൻ കൊണ്ടുവന്നത് കേട്ടോ. അതൊക്കെ നല്ല രസമുള്ള കാഴ്ചയാണ്. പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ പത്തനംതിട്ടയിൽ മാത്രമല്ല പല ജില്ലയിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് ഈ വഴിപാടിനായാലും ഇതൊക്കെ കാണാനായാലും വള്ളസദ്യക്കായാലും ഒക്കെ കേട്ടോ. ഞങ്ങൾ ആദ്യം അമ്പലത്തിൻ്റെ അതിൽ വന്നപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നേ. കാരണം ഒരു വള്ളസദ്യ മാത്രമല്ല, പല വള്ളത്തിൻ്റെയും സദ്യ. ഇന്ന് ഞങ്ങൾ പോയത് ഇപ്പം 2 ദിവസം മുമ്പാണ്, ചൊവ്വാഴ്ചയാണ് പോയത്. എന്നിട്ട് തന്നെ നല്ല തിരക്കായിരുന്നു. പിന്നെ സൺഡേയിലൊക്കെ നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ. സൺഡേയിലും സാറ്റർഡേ സൺഡേ ഒക്കെ വന്നാൽ. അപ്പം ഞാൻ ആ പന്തലിൽ കയറി ഇന്നും നല്ല വേർത്ത് കുളിച്ചു കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ പള്ളിയോടമാണെങ്കിൽ നമ്മുടെ അമ്പലത്തിലോട്ട് പോവാണ്. അമ്പലം നേരെ താഴെയായിട്ടാണ്. അപ്പം ഇവിടുന്ന് ഈ സത്രക്കടവിൽ നിന്നാന്ന് തോന്നുന്നു എല്ലാ വള്ളങ്ങളും പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് വഴിപാടിൻ്റെ എന്തോ സംഭവമൊക്കെ ഉണ്ട്, സ്വീകരിച്ചിട്ടാണ് അങ്ങോട്ട് അമ്പലത്തോട്ട് പോകുക. അപ്പോൾ അവിടെ വഴിപാടുകാർ ആരാണ് ഈ പള്ളിയോടത്തിന് വഴിപാട് അന്ന് ബുക്ക് ചെയ്തത്, അവരവിടെ ഇങ്ങനെ സ്വീകരിക്കാനെ കൊണ്ട് അവിടെ നിൽക്കും കേട്ടോ. അമ്പലത്തിന് വള്ളക്കടവിൻ്റെ അവിടെ. ആ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണിച്ചു തരാം കേട്ടോ ഇതിൽ. അങ്ങനെ നമ്മുടെ പള്ളിയോടം തയ്യാറെടുത്തു പോകാനൊക്കെ ഉണ്ടേ. പിന്നെ കയറൊക്കെ ഇങ്ങനെ വലിച്ചിങ്ങനെ ഇട്ട് ആറ്റിലാണെങ്കിൽ തീരെ വെള്ളക്കുറവാണ് കേട്ടോ. ഞാനവിടെ നല്ല നടുക്കിലിപ്പോൾ നല്ല കുഴിയായിരിക്കുന്നു. പക്ഷെ അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഉന്തി തുഴഞ്ഞു പോകുന്നൊരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല മണ്ണാണ് ഇവിടെ. അപ്പം ഡാമൊക്കെ തുറന്ന്, കാരണം ഇപ്പം 2-3 ആഴ്ചയായിട്ട് മഴ കുറവല്ലേ. അപ്പോൾ ഡാമൊക്കെ തുറന്ന് വിടാനും വെള്ളം കുറവാണ്. അതുകൊണ്ട് ഒരു പ്രശ്നമാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയാന്ന് തോന്നുന്നു ഇവരിങ്ങനെ പള്ളിയോടെ എടുത്തുകൊണ്ട് പോകുന്നത്. എന്തായാലും കുറേ ആൾക്കാരുടെ പ്രയത്നമല്ലേ ഇതിനൊക്കെ ഭയങ്കര പരിശീലനമൊക്കെ വേണ്ടേ. അപ്പോൾ അങ്ങനെ ഒത്തിരി ആൾക്കാർ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ പള്ളിയോടെ എടുത്തിട്ട് ഇങ്ങനെ അമ്പലത്തിന് അവിടോട്ട് വഴിപാടിന് പോവാണേ. അപ്പോൾ ഞാനും ഒപ്പം കൂടെ അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ വന്ന വഴിയെ കൂടെ അങ്ങോട്ട് നടന്ന് കയറി പോയതേ. അപ്പം ഈ നമ്മുടെ പള്ളിയോടെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അമ്പലത്തിനവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കണമല്ലോ, സ്വീകരിക്കുന്നതും. അങ്ങനെ വള്ളപ്പാട്ടൊക്കെ പാടിയാണ് അവർ പോകുന്നത്. അതൊരു നല്ലൊരു ഇതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഇവിടെ വന്നൊന്ന് കാണുന്നത് നല്ല രസമാണ് കേട്ടോ. പിന്നെ പാസ് എന്ന് പറയുന്നത് നമുക്ക് 300 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു ഒരു പാസിന്.
ഒന്നുകിൽ വള്ളക്കാരെടുത്ത് കിട്ടും അധികം വന്ന പാസ്, പിന്നെ അല്ലെങ്കിൽ നമ്മൾ പാസ് എടുക്കണം. പിന്നെ വഴിപാടുകാരുണ്ടല്ലോ, അവരുടെ നമുക്ക് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പാസും കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ വള്ളപ്പാട്ടൊക്കെ പാടി പോവാണ് അവർ. അങ്ങനെ നമ്മുടെ പള്ളിയോടെ ഇങ്ങനെ എടുത്തിട്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ കുറച്ച് താഴോട്ട് പോയാൽ മതി അമ്പലപ്പടി ആകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ തുഴഞ്ഞു പോവാണേ. പിന്നെ തീരെ വെള്ളക്കുറവാണ്. അപ്പോൾ അവർ ഭയങ്കര ബുദ്ധിമുട്ടിയാന്ന് തോന്നുന്നു ഇത് കൊണ്ടുപോകുന്നത്. നല്ല വെള്ളമുള്ളപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഈസി ആയിട്ട് പോകാമെന്ന് തോന്നുന്നു. അപ്പോൾ കുറേ പ്രാവശ്യം അവരിങ്ങനെ കുത്തി എടുത്തുമൊക്കെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നടുക്ക് ചെല്ലുമ്പോൾ നടുക്ക് ചെന്നപ്പോൾ അവരെല്ലാം കുറച്ച് പേര് ഇറങ്ങിയിട്ട് ഇത് എനിക്കൊന്ന് ബാലൻസ് ചെയ്തിട്ട് മണ്ണല്ലേ അവിടെ. ഞാൻ വിചാരിച്ചു അവിടെ ഭയങ്കര കുഴിയായിരിക്കുമെന്നേ. പക്ഷെ നല്ല വെള്ളം നല്ല കുറവുണ്ടായിരുന്നേ. അപ്പോൾ ഞാനും അപ്പും കൂടെ അതുവഴി നടന്ന് നേരെ നമ്മൾ അമ്പലത്തിനോട്ട് പോവാണേ. നമ്മുടെ പള്ളിയോടം പോകുന്ന ഇങ്ങനെ കാണാവേ. നല്ല വെയിലായിരുന്നു. അപ്പോൾ ആണെങ്കിൽ മുന്നിൽ നടന്നു, ഞാൻ കുടയൊക്കെ പിടിച്ചോട്ട് നടക്കുക. കാരണം ഭയങ്കര വെയിൽ. മഴ പെട്ടെന്ന് നല്ലൊരു വെയിലായി കേട്ടോ. വെയിലായിരുന്നെങ്കിലും നമുക്ക് നല്ലതായിട്ട് മഴയായിരുന്നെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ, ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അതുകൊണ്ട് അവിടെയാണ് അമ്പലം കേട്ടോ. അമ്പലത്തിൻ്റെ അവിടോട്ട് ഞാൻ റോഡിൽ കൂടെ ഇങ്ങനെ കയറിയിട്ട് ഞങ്ങൾ റോഡിൽ കൂടെ അങ്ങ് പോകാനാണ് തീരുമാനിച്ചത്. വേണമെങ്കിൽ ആറ്റിപ്പട്ടയിൽ കൂടെയും പോകാം കേട്ടോ. ഞാൻ അമ്പലത്തിൽ ചെന്നിട്ട് നമുക്ക് അമ്പലത്തിൽ ഒന്നും വന്നപാടെ നമ്മൾ അങ്ങോട്ട് പാസ് വാങ്ങിക്കാൻ പോയില്ല. അപ്പോൾ അമ്പലത്തിൽ തൊഴുതൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ കയറി തൊഴുതു. പിന്നെ അപ്പുവാണ് വീഡിയോ എടുക്കുന്നത്. അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അമ്പലത്തിനകത്ത് കയറിയില്ല, നല്ല ക്യൂ ആയിരുന്നു. നമുക്ക് ഈ പള്ളിയോടം വരുന്ന കാഴ്ചകളൊക്കെ വീഡിയോ എടുക്കണമല്ലോ. അപ്പം ഞാൻ പുറത്തുനിന്ന് തൊഴുതിട്ടേ. അവിടെ മീഡിയക്കാരൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ, ന്യൂസുകാരൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നേ. നേരെ ഞങ്ങൾ തൊഴുതിട്ട് നമ്മൾ പള്ളിയോടം സ്വീകരിക്കുന്ന അമ്പലക്കടവിലോട്ടാണ് പോയത്. അപ്പം നമ്മുടെ പള്ളിയോടം ഇങ്ങനെ അമ്പലത്തിന് അവിടെ എത്തി കേട്ടോ. അവരിങ്ങനെ അടുപ്പിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അത് വഴിപാടുകാരവിടെ കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ താലമൊക്കെ പിടിച്ച് കണ്ട് അവരെ സ്വീകരിക്കാനെ കൊണ്ട് പോവാണേ. അപ്പം വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അപ്പം പള്ളിയോടത്തിൽ നിന്ന് എല്ലാവരും ഇറങ്ങി അവരിങ്ങനെ സ്വീകരിക്കാനെ കൊണ്ട് ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുവാണേ. വള്ളക്കാർ സ്വീകരിച്ചിട്ട് അവരും വള്ളപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ 2-3 പ്രാവശ്യം അമ്പലത്തിന് വലം വെക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്ക്. വഴിപാടുകാരും വള്ളക്കാരും ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം നമുക്ക് അവിടെ നിന്ന് ഒരു പാസ് കിട്ടിയായിരുന്നു. ഇതിൻ്റെ നെയ്പ്പായസത്തിൻ്റെ പായസം ഒരു കുട്ടി വന്ന് കൊണ്ട് തന്നു. അപ്പോൾ നമ്മൾ നെയ്പ്പായസം അല്ല പാൽപ്പായസമൊക്കെ വാങ്ങിച്ചിട്ടാണ് തിരിച്ച് നമ്മളിപ്പം
വള്ളസദ്യ കഴിക്കുന്ന അവിടോട്ട് പോവാണേ. അപ്പോൾ അത് നമ്മൾ വള്ളം എടുത്തില്ല, അതിൻ്റെ അടുത്തായിട്ടാണ് വള്ളസദ്യയുടെ ഈ എടശ്ശേരിമല പള്ളിയോടത്തിൻ്റെ വക അവിടെ അന്നദാനം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ വള്ളപ്പാട്ടൊക്കെ പാടി ആണ് നമ്മൾ ഈ സദ്യ വള്ളക്കാറൂടെ കയറിയേ അപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ.
അങ്ങനെ നമ്മുടെ വള്ളസദ്യയുടെ വിഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേ ആ ഉണ്ണിയപ്പവും അതൊക്കെ എനിക്കൊന്ന് അമ്പലത്തിൽ നിന്ന് വഴിപാടിൻ്റെ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. പരിപ്പുവട, പിന്നെ ഈ ഗണപതി ഹോമത്തിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു, അവലും ഒക്കെ ഉണ്ടേ. അങ്ങനെ നമ്മുടെ എത്ര വിഭവം ഉണ്ടെന്ന് പോലും ഞാൻ എണ്ണിയില്ല, കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പായസം ഒരു 4 കൂട്ടമെങ്കിലും ഉണ്ടായിരുന്നേ. വള്ളക്കാർ ഓരോ വിഭവങ്ങളും ഇങ്ങനെ പാട്ട് പാടി പറഞ്ഞ് ആണ് കൊണ്ടുവരുന്നത്, അവർക്ക് വിളമ്പുന്നത് കേട്ടോ. അപ്പോൾ ആ ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം നമ്മളിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ കേട്ടോ. ആദ്യമായിട്ട് ഞാൻ വള്ളക്കാറൂടെ കയറുന്നത് കേട്ടോ, സദ്യ കഴിക്കാനെ കൊണ്ടേ. അപ്പോൾ വള്ളപ്പാട്ടൊക്കെ കേട്ട് നമുക്ക് കഴിക്കാവേ. അങ്ങനെ നമ്മുടെ ചോറ് വന്നു കേട്ടോ. ആദ്യം കുറച്ച് ചോറും പരിപ്പും നെയ്യും കൂടെ കൊണ്ടിട്ടേ. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഇച്ചിരി സ്പീഡിൽ കഴിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ വിഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ചോറും സാമ്പാറും കൂടെ കൊണ്ടുവന്നു. അപ്പോൾ അത് കൂടെ കഴിഞ്ഞപ്പോൾ തന്നെ പായസം കൊണ്ടുവന്നു കേട്ടോ. പ്രഥമന്, അരിപ്പായസം, ശർക്കര പായസം, പാൽ പായസം, അങ്ങനെ 4 കൂട്ടം പായസം ഉണ്ട്. ലാസ്റ്റ് മോരും കൂട്ടി പിന്നെ രസം കൂട്ടി കഴിച്ചോട്ടോ. അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. വള്ളസദ്യ ഒരു പ്രത്യേക രുചിയാണ് ഇത് കഴിക്കാൻ തന്നെ കേട്ടോ. അപ്പം നമ്മൾ കഴിച്ചിറങ്ങി, പക്ഷെ വള്ളക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവരിങ്ങനെ പാട്ടൊക്കെ പാടി ഓരോന്നൊക്കെ ഇങ്ങനെ ചോദിച്ചും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ സദ്യ കഴിച്ച് തിരിച്ച് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് കോഴഞ്ചേരിയിലെ ഉർവശി കയറി കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചായിരുന്നേ. അപ്പം വേറൊരു വ്ളോഗുമായിട്ട് കാണാം. ബൈ ബൈ.